ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഇന്നും ജയിലിൽ തുടരും. ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി നാളെ വിധി പറയും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. നാളെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. കന്യാസ്ത്രീകളുടെ ജയിൽവാസം നീളുന്നതിൽ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ നിരാശയിലാണ്. ആദ്യം RDX ആപ്പിലേക്ക്. സിസ്റ്റർ പ്രീതി മേരിയുടെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും ജയിൽവാസം 8ാം ദിവസവും തുടരുകയാണ്. നാളെ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ബിലാസ്പൂർ NIA കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കേസ് പരിഗണിക്കുന്നതിന് മുൻപായി കേസ് ഡയറി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. വാദത്തിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. ബജറംഗ് ദൾ അഭിഭാഷകൻ മാത്രമാണ് ജാമ്യാപേക്ഷയെ എതിർത്തത്. ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമാണ് ഹർജി വിധി പറയാനായി നാളത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം ദുർഗ് സെഷൻസ് കോടതി ജാമ്യം പരിഗണിച്ചപ്പോൾ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉൾപ്പെട്ടതിനാൽ അധികാരപരിധി സംബന്ധിച്ച് പ്രോസിക്യൂഷൻ എതിർപ്പുന്നയിച്ചതിനെ തുടർന്ന് കോടതി ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി NIA കോടതിയെ സമീപിച്ചത്. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരള MPമാർക്ക് ഉറപ്പു നൽകിയിരുന്നു. ഇതോടെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാട് മയപ്പെടുത്തിയത്. RDX ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ജയിൽവാസം നീളുമോ കന്യാസ്ത്രീകളുടേത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജയിൽവാസം 8ാം ദിവസവും ഇന്ന് തുടരുകയാണുണ്ടായത്. ജയിലിൽ നിലത്ത് കിടക്കുകയാണ് അവർ. സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗ് സെൻട്രൽ ജയിലിലാണ് എന്ന് നമുക്കറിയാം. കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെയാണ് വിധി പ്രസ്താവിക്കുക. ജാമ്യാപേക്ഷ പരിഗണിച്ചത് ബിലാസ്പൂർ NIA കോടതിയാണ്. നമുക്കറിയാവുന്ന വിവരങ്ങളാണ്. ഇന്ന് കോടതിയിൽ ഇതാണുണ്ടായത്. കേസ് ഡയറി NIA കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ആ അർത്ഥത്തിൽ എതിർത്തില്ല. NIA അന്വേഷിക്കേണ്ട കുറ്റകൃത്യമല്ല എന്ന് NIA അഭിഭാഷകൻ പറഞ്ഞു എന്നാണ് കാണുന്നത്. നാളെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ ആണുള്ളതെന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ പറഞ്ഞു. ജൂലൈ 25 സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. അതിന് നമുക്ക് ഓർമ്മയുണ്ട്. പോലീസ് നടപടി മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണെന്ന് നമുക്കറിയാം. ജൂലൈ 29 ഇരുവരുടെയും ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജൂലൈ 30 ദുർഗ് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് തള്ളപ്പെടുകയായിരുന്നു. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ അതിക്രമം കൂടുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത് 378 അക്രമ സംഭവങ്ങളാണ് എന്ന് നമുക്കറിയാം. കേസുകൾ കൂടുതൽ ഛത്തീസ്ഗഡിലാണ് 82, ഉത്തർപ്രദേശിൽ 73 കേസുകളുണ്ട്. കേരളത്തിൽ ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ക്രൈസ്തവർക്കെതിരായുള്ള അതിക്രമം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. 2024 രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത് 834 അതിക്രമങ്ങളാണ്. 2023 വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് 734 അക്രമങ്ങൾ, 2022 601 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർക്കെതിരായുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത്രയുമാണ് വിശദാംശങ്ങൾ. ഇന്നിപ്പോൾ കോടതിയിൽ എതിർത്തില്ല എന്നാണ് വാർത്തയെങ്കിലും അതൊരു കടുത്ത എതിർപ്പായി പറയാൻ കഴിയില്ല, അത്രയും മട്ടിൽ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷവും വന്നിരിക്കുന്ന വിശദീകരണങ്ങളിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകനായ പ്രങ്കുഷ് മിശ്ര ഇപ്പോൾ പ്രങ്കുഷ് മിശ്രയുടെ വാക്കുകളിൽ എതിർത്തു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇത് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് കേസ് എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ വരുന്നത് പലതരത്തിലാണ്. കാരണം സ്വാഭാവികമായും സ്റ്റേറ്റിന് വേണ്ടി അങ്ങനെ ഒരു എതിർപ്പ് അവിടേക്ക് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. എല്ലാ കേസുകളിലും ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ കടുത്ത എതിർപ്പായി വരാത്ത സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന മട്ടിലാണ് വിലയിരുത്തുന്നത്. പക്ഷേ എതിർപ്പില്ല എന്നുള്ള സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകർ അതിനുശേഷം പുറത്ത് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് ഇത് നിർബന്ധിത മതം മാറ്റൽ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ജാമ്യം അനുവദിച്ചാൽ പുറത്തിറങ്ങി വീണ്ടും നിർബന്ധിത മതം മാറ്റൽ നടത്തും എന്നുള്ള വാദം അവർ പിന്നെ പുറത്തു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് തന്ത്രപരമായ ഒരു നിലപാടാണ് സരീഷെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മാധ്യമങ്ങളോടെല്ലാം ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകർ പുറത്തു വന്ന് ആവർത്തിച്ച് വിശദീകരിക്കുന്നത് നമ്മൾ എതിർത്തു, ശക്തമായി എതിർത്തു. ഇത് നിർബന്ധിത മതം മാറ്റൽ തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവരെ പുറത്തു വിട്ടാൽ സ്വാഭാവികമായി ഇവർ നിർബന്ധിത മതം മാറ്റലിലേക്ക് തന്നെ പോകും. ഇതൊക്കെ ഛത്തീസ്ഗഡിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ്. അതായത് അവിടെയുള്ള ആളുകൾക്ക് അതാണ് ബോധ്യപ്പെടേണ്ടത്. നമ്മളിതാ ശക്തമായി എതിർക്കുകയാണ് എന്ന് അവിടെയുള്ള RSS, BJP അല്ലെങ്കിൽ ബജറംഗ് ദൾ കക്ഷികളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അത് വളരെ തന്ത്രപരമായി അവിടുത്തെ ഈ പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകർ കൂടി നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ നിന്ന് നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ കോടതിയിൽ തന്നെ അനൂപ് ആന്റണി നിൽപ്പുണ്ട്. അനൂപ് ആന്റണി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, എതിർത്തില്ല എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. വളരെ ശക്തമായി തന്നെ ഈ ജാമ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ അരമനയിൽ പോയി ബിഷപ്പുമാരെ ഓരോരുത്തരെയായി കാണുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആത്മാർത്ഥത ഇവിടെയും
ആ നിലയ്ക്ക് ഞങ്ങളിത് കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേരളത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു എന്താണ് ഇരുതല കളിയാണ് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം അതേ പറ്റൂ. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നിട്ട് ഇത് അങ്ങനെ നിർബന്ധിത മതം മാറ്റലൊന്നും അല്ല, ഇത് നിരപരാധികളായ കന്യാസ്ത്രീകളെ ഇവിടെ വെച്ചിരിക്കുകയാണ് എന്നതിൻ്റെ വസ്തുത പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ഇവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ ഇവരുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ്. അതിൽ നിന്നുകൊണ്ടല്ലാതെ അവിടെ ഈ നിലയ്ക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിൽ മറ്റൊരു സാഹചര്യമാണ്, മറ്റൊരു വോട്ട് സാധ്യതയാണ് ഇവർക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആത്മാർത്ഥമായി ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, അവർ നിരപരാധികളാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇന്നും എനിക്ക് സുരേഷ് ഗോപിയെ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം ബാക്കിയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു അടുത്ത കൊല്ലമോ അല്ല അതിനപ്പുറത്തെ കൊല്ലമോ ദേശീയ അവാർഡ് സിനിമ അവാർഡിൽ കിട്ടാനിരിക്കുന്ന സിനിമ കേരള ഛത്തീസ്ഗഡ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വരും. ആ സിനിമയിൽ എന്താ ഉണ്ടാവുക? ആ സിനിമയിൽ ഉണ്ടാവുക അതായത് മതം മാറ്റം മതം മാറ്റവും ഈ പറയുന്ന മനുഷ്യക്കടത്തും നടത്തുന്ന രണ്ട് വില്ലത്തികളായിട്ടുള്ള കന്യാസ്ത്രീകൾ. അപ്പോൾ അവർ ഇത് പോലീസ്, അവിടുത്തെ സത്യസന്ധരായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത് പിടിക്കുന്നു. സത്യസന്ധരായിട്ടുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്നിട്ട് ഇത് കണ്ടെത്തി പോലീസിന് കൈമാറുന്നു. അപ്പോൾ പോലീസിന് കൈമാറിയിട്ട് അവരെ ജയിലിൽ അടക്കുമ്പോഴേക്ക് പക്ഷേ എന്ത് സംഭവിക്കുന്നു? കേരളത്തിൽ നിന്ന് ജിഹാദികൾ, കമ്മികൾ, പിന്നെ എല്ലാവരും ചേർന്ന് അടപടലെ വന്നിട്ട് ജയിലിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നു. ആകെ ഒരു രക്ഷയില്ലാത്ത സാഹചര്യം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇടപെടേണ്ടി വരുന്നു. അവസാനം ഇവരെ ജയില്, കോടതിയൊക്കെ പ്രശ്നത്തിലാക്കിയിട്ട് ഇവരെ ഇളക്കി കൊണ്ടുപോകുന്നു. ഇതാണ് കേരള ഛത്തീസ്ഗഡ് സ്റ്റോറി അല്ലെങ്കിൽ കേരള ഛത്തീസ്ഗഡ് ഫയൽസ് എന്ന 2 വർഷത്തിനപ്പുറത്തേക്ക് ദേശീയ അവാർഡ് കിട്ടാനിരിക്കുന്ന സിനിമ. ഇതിനു വേണ്ട തിരക്കഥ നമ്മുടെ സംഭവത്തിൽ ഉണ്ടാവണം. അതായത് അമിത്ഷാജി അവിടുന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇല്ല, ഇവർ മതപരിവർത്തനം നടത്തിയ ആളുകളല്ല, കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. മറിച്ച് രേഖയിൽ അതുണ്ടാകണം. അതായത് NIA-യുടെ കോടതിയിൽ NIA അഭിഭാഷകൻ പറയുന്നത് ഇവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്താനുള്ളവരാണ് എന്ന പേപ്പർ അവിടെ ഉണ്ടാകണം. അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ സീറ്റ് മേടിക്കാനുള്ള പരിപാടിയായത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഫോൺ വിളികൾ വരികയും മറ്റു കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നടക്കും. പക്ഷേ നമുക്ക് പേപ്പറിൽ അവിടെ വേണം. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ BJP-യുടെ അടിസ്ഥാന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ 1 മുതൽ 10 വരെ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അതായത് അവിടെ ഇപ്പോൾ NIA-യുടെ രേഖയിൽ ഈ 2 കന്യാസ്ത്രീമാർ, ഈ 60 വയസ്സ് കടന്ന ഇപ്പോൾ ജയിലിൻ്റെ നിലത്ത് കിടക്കുന്ന ആ പാവപ്പെട്ട കന്യാസ്ത്രീമാർ NIA-യുടെ കണക്കിൽ മതപരിവർത്തനക്കാരും ഈ പറയുന്ന മനുഷ്യക്കടത്തുകാരുമായിട്ട് തന്നെ നിൽക്കേണ്ടത് അവിടുത്തെ ആവശ്യമാണ്. അതാണ് അവരുടെ കോർ ഐഡിയ. പക്ഷേ ആ കോർ ഐഡിയ നിലനിർത്തിയാലും ഇവർക്ക് തട്ടുകേടില്ല. കാരണം ഇവിടെ വന്നാൽ ആൻഡ്രൂസ് താഴത്തടക്കമുള്ള ആളുകൾ ഇതാ മഹാനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ ഇടപെട്ടില്ലേ എന്ന് അദ്ദേഹം പറയുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അത് രാജീവ് ചന്ദ്രശേഖർ ഇന്നും ആവർത്തിക്കുകയാണ്. ഞാൻ കണ്ടു, രാഷ്ട്രീയമില്ല. അദ്ദേഹം പിന്നെ വെള്ളയമ്പലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിനടുത്ത് ചായക്കട നടന്ന ഒരു ചായക്കടക്കാരനാണ്, രാഷ്ട്രീയക്കാരനല്ല. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ രാഷ്ട്രീയമേ ഇല്ല. ഇതെന്തിനാണ് എല്ലാവരും രാഷ്ട്രീയം കളിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ഇതിൽ രാഷ്ട്രീയമില്ല. പിന്നെ എനിക്ക് മനസ്സിലാവുന്നേയില്ല, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് ഈ നടക്കുന്നത്? ഇതിനകത്ത് രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം ഇതിനകത്ത് പ്രധാനമാണ്. ഇവരുടെ ദേശീയ കോർ രാഷ്ട്രീയം ഇതിനകത്ത് പ്രധാനമാണ്. ഇവരുടെ ഭരണഘടനയോളം എത്തുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. കേരളത്തിനകത്ത് വോട്ടുണ്ടാക്കുക എന്നുള്ള കാര്യം രാഷ്ട്രീയമാണ്. എല്ലാം രാഷ്ട്രീയമായിരിക്കെ രാജീവ് ചന്ദ്രശേഖർ അങ്ങേയറ്റം നിഷ്കളങ്കമായിട്ടൊന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന്. അപ്പോൾ ഇത് രാഷ്ട്രീയമില്ല, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് ഭാവിയിൽ ഒരു പാവപ്പെട്ട സംവിധായകന്, സുദീപ് സെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധായകന് സിനിമ എടുത്ത് ദേശീയ അവാർഡ് വാങ്ങാനുള്ള ഒരു പെറും തീം മാത്രമാണെന്ന് മനസ്സിലാക്കി. അതിന് കണക്കായിട്ടുള്ള കുഞ്ഞാടുകളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ പള്ളി അച്ഛന്മാരെന്നും കൂടെ നമ്മൾ കാണണം. അല്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് നിഷ്കളങ്കത ഇച്ചിരി കൂടുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കേട്ടല്ലോ, എന്തിനാണ് ഈ കോടതി ഇങ്ങനെ ഇവരെ ജയിലിൽ വീണ്ടും കിടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കോടതി ഈ കേസ് ഞങ്ങൾ പരിഗണിക്കേണ്ടതല്ല എന്ന് തള്ളിക്കളഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. അവിടെ ശക്തിയുക്തം പ്രോസിക്യൂഷൻ വാദിച്ചത് ഇത് നിങ്ങൾ കേൾക്കേണ്ട കേസല്ല എന്നാണ്. നിങ്ങൾ കേൾക്കേണ്ട കേസല്ല, ഇത് NIA കോടതി കേൾക്കേണ്ട കേസാണ് എന്ന് വാദിക്കുന്നിടത്ത് കോടതി സ്വാഭാവികമായും വാദങ്ങളെ അവസാനിപ്പിക്കും. നേരെ തിരിച്ചാണ് അദ്ദേഹം അത് പറയാണ്. അതായത് അവിടെ ആരും ചെയ്തതല്ലോ, കോടതി എന്തിനാണ് മാറ്റിയതെന്നറിയില്ല. അങ്ങോട്ട് ഒരാളെ കൊണ്ടുപോയിട്ട് അതിനകത്ത് മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്ന് എഴുതിയിട്ട് ഇങ്ങനൊരു നിയമമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ പേപ്പർ അങ്ങോട്ട് പോലീസ് കൊടുത്താൽ
അത് ഞങ്ങളാരും ചെയ്തതല്ല, കോടതി അങ്ങ് ചെയ്തതാണ്. അവിടെ ചെന്ന് ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അത്രയും പ്രശ്നം ഉണ്ടായത്. അദ്ദേഹം പറയാണ് ഈ പള്ളിയച്ചന്മാരെയും മറ്റും നിർത്തിയിട്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കമായ മുഖത്തോടെ എന്ന് പറയുകയാണ് പത്രക്കാരോട്, അവിടെ ഇവിടുന്ന് കുറേ ആളുകൾ ചെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് മനുഷ്യക്കടത്ത് എന്ന്. പിന്നെ കോടതിക്ക് അതല്ലാണ്ട് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ? ആ മനുഷ്യക്കടത്ത് പരിഗണിക്കാനുള്ള കോടതി അല്ലത്, അത് NIA കോടതി കൈമാറണം. NIA കോടതി കൈമാറിയ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഇവിടുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്, ഇവിടുന്ന് ആളുകൾ ചെന്നിട്ട് ചില ആളുകൾ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. എന്ത് നിഷ്കളങ്കതയാണ് ഇതൊക്കെ പറയുമ്പോഴും ആശയപരമായി ഇവരെല്ലാം ഐക്യപ്പെടുന്ന ഒരു തലമുണ്ട്. അതെന്താണെന്നറിയോ, രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇവിടെയുള്ള BJP നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് അവിടെ പോയി ഇങ്ങനെ ഈ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു, കോൺഗ്രസും CPM ഒക്കെ അവിടെ പോയി മുദ്രാവാക്യം വിളിക്കുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അവിടെ ബജരംഗ് ദൾ പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ശക്തമായി കോടതിയിൽ വാദിക്കും, ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് വാദിക്കുമെന്ന് ബജരംഗ് ദൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവരുടെ വക്കീലുണ്ട് കോടതിയിൽ. അവർ മാധ്യമങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ, ഇതെന്താണ് 500 പേര് ഇവിടെ വന്ന് കിടന്ന് ബഹളം വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ആരുടെ പ്രശ്നമാണ്? ബജരംഗ് ദളിന്റെ പ്രശ്നം തന്നെയാണ്. അത് വേറൊരു തരത്തിലാണ് പക്ഷേ വർക്കാവുന്നത്. അവസാനിപ്പിക്കുക. അതിനു മുമ്പേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ ആരും സംസാരിക്കാത്തൊരു കാര്യം, പ്രത്യേകിച്ചും ഈ പള്ളി അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകൾ ആരും പറയാത്തൊരു കാര്യം, ബജരംഗ് ദൾ എന്നുള്ള വാക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ ആരും പറഞ്ഞില്ല. ആദ്യ ദിവസം തന്നെ ഈ കാര്യത്തിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ആവർത്തിച്ച് പറഞ്ഞതിൽ രാഷ്ട്രീയം ഇല്ലാതെ രാജീവ് ചന്ദ്രശേഖരനും ആൻഡ്രൂസ് താഴത്ത് പിതാവിനും ഒരേ ആ കാര്യത്തിൽ. അതായത് ബജരംഗ് ദള് ബജരംഗ് ദള് BJPയുടെ സഹോദര പാർട്ടിയാണ്. BJPയുടെ സഹോദര പാർട്ടിയായുള്ള ബജരംഗ് ദള് അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നു. BJPയുടെ എന്നിട്ട് ഞങ്ങൾക്ക് ഇവർക്കൊപ്പമാണെന്ന് പറയുന്നു. ഇരകൾക്കൊപ്പം ഓടുക, വേട്ടക്കാരനൊപ്പം വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ മികച്ചൊരു ഉദാഹരണം എവിടെ നിന്നും കൊടുക്കാനുണ്ടോ? അതായത് ഇവർ ചെയ്യുന്ന എന്താണ്, ബജരംഗ് ദള് മുറിവേൽപ്പിക്കുന്നു, ഞങ്ങൾ മുറിവുണക്കുന്നു. പള്ളിയച്ചന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണെങ്കിൽ മുറിവേൽപ്പിക്കാനായിട്ട് എന്തിനാണ്, മുറിവുണക്കാനായിട്ട് മുറിവേൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ, സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ. അതായത് സഹോദര പാർട്ടിയായിട്ടുള്ള സഹോദര സെക്രട്ടറിയെ ബജരംഗ് ദൾ പ്രശ്നം ഉണ്ടാകുന്നു, ഞങ്ങളത് പരിഹരിക്കുന്നു. അപ്പോൾ ഈ ബജരംഗ് ദൾ എന്ന പേരെ എവിടെയും പറയുന്നില്ല. അതാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് എന്തെങ്കിലും തരത്തിൽ ആകെപ്പാടെ ഹർഷൻ നമ്മൾ ഇത്രയും ഞാൻ ചിരിച്ചു കുറേ നേരം. പക്ഷേ അത് ഈ കളികളെല്ലാം കണ്ടിട്ട് നമുക്ക് ആർക്കായാലും ചിരി വരും. ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് ചിരി വരും. പക്ഷേ 60 വയസ്സിന് മുകളിലുള്ള അവരുടെ ഈ വളരെ ചെറിയ പ്രായം തൊട്ട് ഈ പ്രേക്ഷിത വൃത്തി എടുത്തിട്ട് മനുഷ്യരെ സേവിക്കണമെന്നതുമായിട്ട് ചെന്നിട്ട് ഈ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത്, ഈ നഗരകേന്ദ്രങ്ങളിലെ കേരളം അടക്കമുള്ള സേഫായുള്ള സ്ഥലങ്ങളിലെ മേടകളിൽ ഇരിക്കാതെ പാവപ്പെട്ട സ്ഥലത്തേക്ക് പോയിട്ട് ആ മനുഷ്യരെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഈ 2 പ്രായം ചെന്ന സ്ത്രീകൾ, 60 വയസ്സുകാരായിട്ടുള്ള ആളുകൾ ഈ ഛത്തീസ്ഗഡിലെ ജയിലിൻ്റെ വരാന്തയിൽ ജയിലിൻ്റെ നിലത്ത് കിടക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത് മുഴുവൻ രാഷ്ട്രീയമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ രാഷ്ട്രീയ കളിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഏത് നിലക്കാണ് ഇതിനെ, എനിക്ക് തോന്നുന്നു വോട്ട് വാങ്ങുക, അധികാരത്തിൽ വരിക എന്ന ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യരോട് ഞാൻ ആ ബ്രദറിനെ ആലോചിക്കായിരുന്നു. ഈ സഹോദരി ഈ 2 സഹോദരിമാരെ അങ്ങോട്ട് കൊണ്ടുപോകും, ആ ബ്രദർ തല്ലി, ഇവരെല്ലാവരും കൂടി തല്ലി. ഒരു വാക്ക് ഇവരാരെങ്കിലും പറയുന്നുണ്ടോ? ആ മനുഷ്യനെ തല്ലി. നിങ്ങൾ ആ ബജരംഗ് ദൾ പ്രവർത്തകർ ജ്യോതി ശർമ്മയോട് ചെന്ന് ചോദിച്ചോ, ഇവരാരെങ്കിലും അവരെന്തിന് തല്ലി? വിഷ്വലിൽ കാണുന്നില്ല അക്രമോത്സുകമായിട്ട് പെരുമാറുന്നത്. ഒരു കേസ് അവർക്കെതിരെ എടുത്തോ? അതിപ്പോൾ ഇവർ ഈ പിതാക്കന്മാർ മാത്രമല്ല കേട്ടോ, രാജീവ് ചന്ദ്രശേഖറും ബജരംഗ് ദൾ എന്നുള്ള പേരിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു ബജരംഗ് ദളിന്റെ പങ്കിനെ കുറിച്ച്. അല്ലല്ലോ, അത് പോലീസല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊഴിയുകയാണ് രാജീവ് ചന്ദ്രശേഖറും ചെയ്തത്. അതാണ് ഇവരുടെ സഹോദര സംഘടന. അതായത് ഇവിടെ DYFI ഒരു പ്രശ്നം ഉണ്ടാക്കിയ CPM-മാരോട് ചോദിക്കില്ലേ നമ്മൾ? ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കിയ നമ്മൾ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനോട് VD സതീശനോട് ചോദിക്കില്ലേ? ബജരംഗ് ദള് ഇവരുടെ സഹോദര സംഘടന പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരാളും മിണ്ടുന്നില്ല. അവസാനിപ്പിക്കാൻ, ഛത്തീസ്ഗഡിൽ നടക്കുന്നത് ഒരു നിയമ പോരാട്ടം മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച ഒരു പരീക്ഷണവുമാണ്. അടിസ്ഥാന മനുഷ്യരുടെ, ദളിതരുടെ, ആദിവാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കരുണയുടെ കരം നീട്ടിയവർ തടവറയിൽ അടച്ചിട്ട് ഇന്നേ ദിവസം 8 ഈ രാജ്യം ലജ്ജിക്കണം. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നത് ഇപ്പോൾ ഒരു നിയമപരമായ ആവശ്യം മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനോട് നമുക്കുള്ള ഉത്തരവാദിത്തം കൂടിയാണിന്ന്. നമ്മുടേത് മതനിരപേക്ഷ രാജ്യമാണെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നതിൽ RDXന് സങ്കടമുണ്ട്. അതങ്ങനെ ആവർത്തിക്കേണ്ടി വരുന്നതിൽ, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ആവർത്തിക്കേണ്ടി വരുന്നതിൽ. ഭരണാധികാരം കൈയാളുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ളവരായതുകൊണ്ട് മാത്രം ഏതെങ്കിലും മതവിശ്വാസം ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ആ ജനാധിപത്യ ബോധവും ചോദ്യം ചെയ്യപ്പെടണം. നാളെ ബിലാസ്പൂർ NIA കോടതിയിൽ നീതി പുലരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.